ഹായ് ഫ്രണ്ട്സ്, ഇത് മെയ് 1 നമ്മൾ മാമാനത്ത് അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ്. മെയ് 1 ആയതുകൊണ്ട് എല്ലാവർക്കും ലീവാണല്ലോ. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, അയ്യോ മെയ് 1 ഭയങ്കര തിരക്കായിരിക്കും അമ്പലത്തിൽ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയത്. പിന്നെ എനിക്ക് ടൈമില്ല, ഞാൻ നാട്ടിൽ അത്ര ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പോകാൻ പറ്റുന്നിടത്തെല്ലാം പോവാം, ആ ഒരു പ്ലാനിൽ മാമാനത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. എൻ്റെ അമ്മ ഇന്ന് വ്യാഴാഴ്ച ഭയങ്കര മഴയായിരുന്നു. രാത്രി ഭയങ്കര മഴയും ഇടിയും മിന്നലും ഒന്നും പറയണ്ട. പക്ഷെ അത് കഴിഞ്ഞിതാ പിറ്റേ ദിവസം വീണ്ടും നല്ല പഴയ പോലെ തന്നെ നല്ല വെയിലും. എൻ്റെ മോളെ, എന്നിട്ട് നമ്മൾ അവിടെ എത്തി നോക്കുമ്പോൾ എന്തോരം ക്യൂ അറിയോ. സാധാരണ നേരെ അമ്പലത്തിലേക്ക് കയറലാണ്, ഇപ്രാവശ്യം ഭയങ്കര ക്യൂ ആയിരുന്നു. കുറേ നേരം ക്യൂ, 1.5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് കയറിയത്. എന്നിട്ട് ഇതാ ഈ പൂവാണ്ടോ, നാഗലിംഗപ്പൂവ്, ഇത് തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇത് നമ്മളെ തളാപ്പമ്പലത്തിലും ഉണ്ട് കേട്ടോ ഈ ഒരു മരം. അങ്ങനെ ഞാനിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ നോക്കുമ്പോൾ കുറേ ചക്കയൊക്കെ കണ്ട്. പിന്നെ അപ്പുറത്ത് നല്ല പുഴയിൽ നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ട്. എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്കിങ്ങനെ പബ്ലിക്കിലെല്ലാം പോയിട്ട് വീഡിയോസ് എടുക്കാൻ ഒരു മടിയാണ് കേട്ടോ, എന്നാ പറ്റി അറിയില്ല. എനിക്ക് നമുക്കാകെ പറ്റിയ കുറച്ച് ചക്കയൊക്കെ സൂം ചെയ്തു. പിന്നെ ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി എല്ലാം. ഞാൻ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് അതൊക്കെ വാങ്ങി നമ്മൾ തൊഴുതിറങ്ങിയിട്ട് ഫുഡും കഴിച്ച് ടോയ്സൊക്കെ വാങ്ങി എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് അമ്പലത്തിൻ്റെ, എൻ്റെ അമ്മോ എന്തോരം വെയിലാണ്, അവിടെ നിന്ന് നിൽക്കാൻ പറ്റുന്നില്ല നമുക്ക്. അവിടെ നല്ല ചോറും സാമ്പാറും പരിപ്പ് കറിയും പിന്നെ ഉള്ളി മുറിച്ചിട്ട് അച്ചാറുണ്ടാവില്ല, അതുമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പായസവും. എനിക്ക് കിട്ടിയ ചോറ് ഫുൾ കഴിച്ചിരുന്നു. പൊതുവെ എനിക്ക് ഇങ്ങനെ അമ്പലങ്ങളെല്ലാം പോയ കുറേ അവർ ചോറ് വിളമ്പിടുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റാറില്ല, നല്ല വേസ്റ്റ് ആക്കാറില്ല, ഫുൾ കഴിക്കാറുണ്ട്. ഇപ്രാവശ്യം ഒന്നറിയില്ല, ഞാൻ പോലും കുറേ നേരം ക്യൂ എല്ലാം നിന്നുകൊണ്ട് തോന്നുന്നു മനുഷ്യന്മാർക്ക് നന്നായിട്ട് വിശന്നിന്. അതുകൊണ്ട് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ കൂട്ടത്തിൽ ഫസ്റ്റിന് ഫുഡ് കഴിച്ച് എണീച്ചത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ലേറ്റാണ്, വേഗം കഴിച്ച് എണീറ്റിന്. പിന്നെ എനിക്ക് നല്ല ടേസ്റ്റും ഫുഡ്. എൻ്റെ കുറേ ആയി സാമ്പാറൊക്കെ കൂട്ടിയിട്ട്. എൻ്റെ ചെന്നൈയിലെ വീട്ടിൽ നമ്മളങ്ങനെ സാമ്പാറാക്കലില്ല, ഇവിടുന്ന്. അതുകൊണ്ട് സാമ്പാറൊക്കെ കിട്ടിയപ്പം നല്ല അടിപൊളി സന്തോഷത്തോടെ എന്താ പറയുക നന്നായിട്ട് ഞാൻ ഊണുണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒന്നാമത് കുറേ കാലമായി ഇങ്ങനെയൊക്കെ ലോങ് ട്രിപ്പൊക്കെ പോയിട്ട് പിന്നെ ഈ ചൂടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നമ്മളെ ഇതിൽ കാറിൽ വെച്ച് ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ തുറന്നത് കണ്ണൂരെത്തിയപ്പോഴാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല എന്താ പറയുക, ഇന്ന് ലീവായോണ്ടതൊന്നും വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂർ വേഗം പോകാൻ പറ്റിയിരുന്നു. പിന്നെ വേറെ എന്താണ് ഗൈസ്, നിങ്ങളൊക്കെ എന്താക്കുന്നു? എല്ലാവർക്കും നല്ല മഴ കിട്ടിയിരുന്നു, പല സ്ഥലങ്ങളിലായി മഴ പെയ്യുന്നുണ്ട് എന്ന് കേട്ടിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ.